അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്നോട് സുഖമായിരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ജസീറ സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ ആണ്, ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ വന്നിട്ട് എൻ്റെ റെസിപ്പി അല്ല, എൻ്റെ മാമാൻ്റെ റെസിപ്പിയാണ്. സോ ഇനി അമ്മമാൻ്റെ വീട്ടിൽ പോയിട്ടാണുള്ള ബാക്കി റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മറ്റാരുമല്ല, എൻ്റെ സ്വന്തം മാമ. സോ മാമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമ വന്നിട്ട് കുവൈറ്റിൽ കുക്കായിരുന്ന ആളാണ്. സോ പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒറിജിനൽ ഒതന്റിക് യമൻ മന്തി എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം വരും കാണാം. 4 കോഴിക്കുള്ള മന്തി മസാലയാണ്. ജീരകം 2 സ്പൂണ്, മല്ലി 2 സ്പൂണ്, കുരുമുളക് 1 സ്പൂണ്, കാശ്മീരി ചില്ലി 1 സ്പൂണ്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. മഞ്ഞ കളറ്, 4 അല്ലി വെളുത്തുള്ളി, കുങ്കുമപ്പൂ ലേശം ചേർത്താൽ മതി. ഒലിവ് ഓയിൽ ആവശ്യം. കംപ്ലീറ്റ് മിക്സി ജാറിലിട്ടിട്ട് ഫൈൻ പൗഡറായിട്ട് അരച്ചെടുക്കുക. ഫൈനായിട്ട് പൊടിച്ചത്. ജസീറ സ്മെല്ല് നോക്ക്. ജസീറ ഇത്രയും ഫൈനായി പൊടിക്കുക. ആവശ്യത്തിന് മഞ്ഞ കളർ, 6 സ്പൂണ് ഒലിവ് ഓയിൽ, പോരെങ്കിൽ പിന്നെ വയ്ക്കാം. ഫൈനായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, മസാലയ്ക്കുള്ള ഉപ്പാണ്. ഒട്ടും വെള്ളം ചേർത്താൻ പാടില്ല. വെള്ളം ചേർത്താണ്ട് ഒലിവ് ഓയിൽ മാത്രം ചേർത്തിട്ടുള്ള മസാലയാണ് മന്തി മസാല. പിന്നെ ഇഞ്ചി ചേർത്തിട്ടില്ല, മാഗി ക്യൂബ് ചേർത്തിട്ടില്ല. മന്തി മസാല ഇത് ചിക്കനിൽ അടുത്ത് പുരട്ടി പിടിപ്പിക്കുക. ചിക്കനിൽ നമ്മൾ 800 ഗ്രാമുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ചിക്കൻ 800 ഗ്രാം. നമ്മളത് നോക്കി വാങ്ങണം. 1 കിലോൻ്റെ മേലെയായി പറഞ്ഞാൽ ചിക്കൻ വേഗില്ല. നമ്മുടെ ഒരു പ്രത്യേക രീതി, ഒതന്റിക് രീതിയിൽ, മന്തി ഒതന്റിക് യമൻ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാരണം 800 ഗ്രാം 900 ഗ്രാം ആ വെയിറ്റുള്ള ചിക്കൻ എടുക്കുക. ഇതിൽ ഇനി മസാല പുരട്ടുകയാണ്. ഓരോ പീസായിട്ട് നമ്മൾ ഫുള്ളായിട്ട് മസാല നല്ല തേച്ച് പിടിപ്പിച്ച് ഫൈനായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് മസാല എല്ലാ കോഴിയും തേച്ച് പിടിപ്പിച്ച് നമ്മൾ അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മസാല എത്തണം മാതിരി. ഇനി ഇത് എത്ര മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം? 1/2 to 3/4 മണിക്കൂർ. അത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും, ഫ്രിഡ്ജിൽ താഴത്ത്, ഫ്രീസറിലല്ല താഴത്ത് വെച്ചാലും കുഴപ്പമില്ല. ജസീറ ഇതാണ് ഞാൻ യൂസ് ചെയ്യണ അരി, ഇന്ത്യ ഗേറ്റ് ക്ലാസിക് ബസ്മതി, പ്യുവർ ബസ്മതി റൈസ്. ഈ അരി നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോഴേ. വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് 3 കിലോ വെക്കാനുള്ള അളവാണ്. 1 കിലോ വെക്കാനുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. 2 മീഡിയം സബോള, 8 അല്ലി വെളുത്തുള്ളി, 8 മുളക്, 2 ചെറിയ ക്യാപ്സിക്കം, 200 ml റീഫൈൻഡ് ഓയിൽ, 200 മില്ലി ഓയിൽ. ആദ്യം ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സബോള, വന്നിട്ട് നമുക്ക് പിന്നെ ഒരു ലൈറ്റ് ബ്രൗണ് ഞാൻ കാണിച്ചു തരാം. ഇത് അളവ് കാണിച്ചു തരാം. അടുത്ത് നമ്മൾ വെളുത്തുള്ളി, ഇത് സബോളൻ്റെ ലൈറ്റ് ബ്രൗണ്. അടുത്ത് നമുക്ക് ക്യാപ്സിക്കം ഇടാം. സബോള അളവ് ലൈറ്റ് ബ്രൗൺ, അതിലേക്ക് ക്യാപ്സിക്കം, ബേ ലീഫ്, ഏലക്ക, കറാമ്പൂ, അത് കുരുമുളക് 1 സ്പൂണ്, ജീരകം, മല്ലി, ഉണക്കനാരങ്ങ,
പച്ചമുളക്, അരി നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ, കുതിർത്തിയിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ അടുപ്പ് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് അരി നല്ല ഈ മസാലയോടൊപ്പം നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് ഫ്രൈ ആകണ വരെ മിക്സ് ചെയ്യുക. മണം എങ്ങനെ ജസീറ? മസാല മണം ഇത് ഒറിജിനൽ മന്തി നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ കഴിക്കാം. എല്ലാത്തിനും വെക്കാൻ കഴിയും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എല്ലാവർക്കും വെക്കാം. 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം, അങ്ങനെ 3 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് 1.5 ലിറ്റർ വെള്ളമാണ്. വെള്ളം പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, വെള്ളം ചൂടൊന്നും ആക്കിയിട്ടില്ല. ശരിക്ക് നമ്മുടെ സാധാ വെള്ളം. ടേസ്റ്റ് നോക്കാം. ഉപ്പ് നമുക്ക് ഉപ്പ് കറക്റ്റാണ് നോക്കാം. അടുപ്പ് സിമ്മിലാണ്. നമ്മൾ ചെറിയ ടെക്നിക്ക് ചെയ്യുന്നുണ്ട്, അതാ ഇപ്പോൾ കാണിച്ചു തരാം ടെക്നിക്ക്. അത് പിന്നെ 1 കിലോ വയ്ക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെക്കാം. ഇഡ്ഡലി ചെമ്പിൽ മേലത്തെ തട്ട് വെച്ച് അടിയിൽ അരിയിട്ടിട്ട് ഈ പ്രോസസ്സിൽ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ അടിപൊളി ഒതന്റിക് യമൻ മന്തി നിങ്ങൾ വീട്ടിൽ സൂപ്പറായിട്ട് കഴിക്കാം. അടുത്ത് നമ്മൾ ഈ വല നമ്മൾ വലൻ്റെ ഒരു ഇതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കെട്ടുകയാണത്. നമ്മൾ 1 കിലോനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ സിമ്പിളായി ചെയ്യാം. ഒരു കോഴിക്കുള്ള ഇതിൽ നമ്മൾ വീട്ടിൽ അടിപൊളിയായിട്ട് ചെയ്യാം. നമുക്ക് ഈ ടെക്നിക്കിൽ ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അധികമാണ്, നമ്മൾ ഫാമിലി വലുതാണ്. ചിക്കൻ എടുക്കാൻ പോകുന്നത് ഈ കമ്പിൻ്റെ മേലെ, ഈ കമ്പി ലേശം കുഴിച്ച് വെക്കണം. അത് പാത്രത്തിൻ്റെ ഇത് ഇവിടെയാണ്. ഇതിൻ്റെ നമ്മൾ ഇത്ര കുഴിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് ഞാനൊരു ഇത് കാണിച്ചു തരാം. 3/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫോയിൽ പേപ്പർ ഇട്ട് മൂടിയിട്ട് ചിക്കൻ മസാല കറക്റ്റ്. മണം എങ്ങനെ? മണം ശരിക്കും മന്തി ഇത് നമ്മളിവിടെ ചന്തമായിട്ട് ഇതിൽ അടുക്കുക. ചന്തമായിട്ട് ഇതേമാതിരി ഈ ലെവലിൽ അടുക്കുക. നമ്മൾ ഫോയിൽ പേപ്പർ ഇട്ട് മൂടുക. നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് മൂടുക. നല്ല ഫൈനായിട്ട് എയർ ടൈറ്റ് ആയിട്ട് നല്ല ക്ലോസ് ചെയ്യുക. നന്നായിട്ട് മൂടുക എയർ ടൈറ്റ് ആയിട്ട്. ഈ വക്കിൽ നന്നായിട്ട് ഇത് അടുപ്പ് സിമ്മിലാണ്. ഈ ചിക്കൻ വെക്കണ ഈ മൂടുന്ന വരെ അടുപ്പ് സിമ്മിലാണ്. 6 ഷീറ്റ് പേപ്പർ ഇട്ട് നമ്മൾ മൂടിയിട്ടുണ്ട്. നല്ല ഫൈനായി മൂടിയിട്ടുണ്ട്. അടച്ച് 30 to 35 മിനിറ്റ് മീഡിയം. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കുറയ്ക്കുക. മന്തി റെഡി. 45 മിനിറ്റ് കഴിഞ്ഞാൽ മന്തി റെഡി, നമുക്ക് കഴിക്കാനുള്ള മന്തി. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പ്രോസസ്സർ അത് കാണിച്ചു തരാം. മന്തി പൊട്ടിക്കാൻ പോവുകയാണ്. എനിക്കൊരു ഡൗട്ട്, നമ്മൾ ഇങ്ങനെ വെച്ചാ ഈ കോഴി വേവോ? നോക്കാം, കോഴി വന്നിട്ടുണ്ടോ നോക്കാനോ. നോക്കാൻ നല്ല പോണ്. നല്ല അരോമ വരുന്നുണ്ട് മാമ. ഇറച്ചി വെന്തിട്ടുണ്ടോ കോഴി? അതെ. ഇതാ കോഴി വെന്തത് കാണിച്ചു തരാം. സ്മോക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതിന്ന് മാറ്റുക, ഈ ചിക്കനെ മാറ്റാനായിട്ട്. നമ്മൾ ഒരു ചെറിയ പരിപാടിയുണ്ട്. അത് സൈഡിലേക്ക് വെക്കുക. ചിക്കൻ സൈഡിലേക്ക് വെക്കുക. സ്മോക്ക് കൊടുക്കാനാണ്. 3 മിനിറ്റ് ടു 5 മിനിറ്റ് കൊടുത്താൽ മതി. സ്മോക്ക് വയ്ക്കാം. ഓയിലെടുക്കത്തില്ല. ഓയിൽ വെച്ചിട്ട് നമ്മൾ 3 to 5 മിനിറ്റ് നല്ല സ്മോക്ക് ഉണ്ടെങ്കിൽ മന്തി നമ്മൾ സ്മോക്ക് ഫ്ലേവർ ഇട്ടിട്ട് എടുത്തു.
മണം ഇനിയിപ്പോൾ എങ്ങനെ മണം? ഇപ്പം നല്ല മണം, അതിനിവിടെ മണം, നല്ല അരോമ. ജസീറാക്ക് ഇറച്ചി വേവില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഇപ്പോഴോ? പഞ്ഞു പോലെ വെന്തു. ടേസ്റ്റ് അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് പറയട്ടെ. എന്നിട്ട് ഈ നമ്മൾ ഈ ചിക്കൻ മാറ്റിയിട്ടേ ഇത് എങ്ങനെ നമ്മൾ ഈ ഫ്ലേവർ ഈ മന്തി എങ്ങനെ നമ്മൾ റെഡിയാക്കാന്ന് നോക്കാം. മിക്സിങ്ങിന് ഒരു മിക്സിങ് ടെക്നിക്ക് ഉണ്ട്, കാണിച്ചു തരട്ടെ. എന്നിട്ട് മിക്സിങ് ഈ മഞ്ഞയൊക്കെ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഇറങ്ങിയതാണ്. അത് നമുക്ക് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്യണം. കേട്ടോ എങ്ങനെ മന്തി റൈസ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇനി ടേസ്റ്റും കൂടി ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ഈ മസാല എടുത്തിട്ട് എല്ലാവിടേക്കും സ്പ്രെഡ് കുറച്ച് കുറച്ചായി എടുത്തിട്ട് എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്യണം മസാല. ഈ നമ്മൾ കളർ വന്നിട്ട് ഫസ്റ്റ് അതിൽ ചിക്കനിൽ ചേർത്തില്ലേ, ആ കളർ മാത്രമേ ഉള്ളൂ. ഈ മഞ്ഞ കാണുന്നതൊക്കെ ചിക്കൻ്റെ ഫ്ലേവർ ഇറങ്ങിയതാണ്, ചിക്കൻ്റെ സ്റ്റോക്ക് ഇറങ്ങിയത്. ആ സ്റ്റോക്ക് ഈ മഞ്ഞ അടിപൊളി. ഇതിലേക്ക് മാറ്റാം കഴിക്കാനേ. അതെ, ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വിശന്നിട്ട് അതെ, മണം ഈ വിശപ്പിനെ തൂണ്ടണു. നമ്മുടെ ഒതന്റിക് യമനി മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വരി കഴിക്കാൻ. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണം. ബൈ. അപ്പോൾ ഇതാണ് മാമാൻ്റെ സ്പെഷ്യൽ ഒതൻറ്റിക് ആയിട്ടുള്ള യമനി മന്തി. അപ്പം ഞാനത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞുതരാൻ പോവാണ്. സോ ആദ്യം കുറച്ച് തക്കൂസ് ഒഴിക്കുക, എന്നിട്ട് കുറച്ച് മൈനീസ് ഒഴിക്കുക, എന്നിട്ട് അതിനെ നന്നായിട്ട് കുഴച്ച് കണ്ട് അങ്ങോട്ട് വായിലിടുക. അങ്ങനെ സ്വർഗം കാണും പറയില്ലേ, അതിവിടെ കാണും. അമ്മാതിരി ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. വെറുതെ പറയല്ല, നന്നായിട്ടുണ്ടായിരുന്നു ടേസ്റ്റ്. കഴിച്ചാൽ ഇങ്ങനെ മത്ത് പിടിക്കാത്ത ടേസ്റ്റ് എന്ന് പറയില്ലേ, അതാണ് ഇത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.